മുന്തിയ നക്ഷത്രങ്ങൾ സ്വന്തമാക്കി ഓർഡർ മാത്രമിടുന്ന ടോപ്പ് റാങ്ക് ഓഫീസേഴ്സ് എന്ന ന്യൂനപക്ഷത്തെയല്ല, അവരെ അനുസരിച്ച് നിയമങ്ങൾ നടപ്പിലാക്കുന്ന ഭൂരിപക്ഷം വരുന്ന നിങ്ങളെയാണ് എനിക്ക് ആവശ്യം. സർ, എന്റെ പേര് സാമുൽ ജോൺ, കണ്ണൂർ CA ആണ്. കഴിഞ്ഞ ഒറ്റ വർഷം കൊണ്ട് 4 ട്രാൻസ്ഫറുകളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. രാഷ്ട്രീയക്കാരുടെയും മേലുദ്യോഗസ്ഥരുടെയും ഇടപെടൽ മൂലം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല സർ. നിയമപാലനത്തിൽ രാഷ്ട്രീയക്കാർ ഇടപെടാൻ പാടില്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രി ആയിരിക്കില്ല ഞാൻ. ജനങ്ങൾക്ക് നീതി നേടിക്കൊടുക്കേണ്ടത് ഒരു പൊതുപ്രവർത്തകന്റെ കടമയാണ്. പക്ഷെ അവൻ സത്യസന്ധനായിരിക്കണം. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവായി അധികാരം സ്ഥാപിച്ചെടുക്കാൻ പോലീസ് സ്റ്റേഷനിൽ കയറി വരുന്നവന്റെ കഴുത്തിന് പിടിച്ച് പുറത്തു തള്ളാനുള്ള സ്വാതന്ത്ര്യവും നിങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ മേലുദ്യോഗസ്ഥനെ അനുസരിക്കേണ്ട ഉത്തരവാദിത്തം എല്ലാ കീഴുദ്യോഗസ്ഥന്മാർക്കുമുണ്ട്. സമാധാനപരമാക്കാവുന്ന ഒരു അന്തരീക്ഷം കലാപമാക്കാനുള്ള കാക്കിയിട്ടവന്റെ ഒരു ശ്രമവും ഈ ഭരണം അനുവദിക്കില്ല. കാക്കിക്കുള്ളിലെ ക്രിമിനലിനെ അല്ല, സത്യസന്ധനായ നിയമപാലകനെയാണ് ഈ നാടിനും ഇവിടുത്തെ ജനങ്ങൾക്കും ആവശ്യം. അടിക്കടി വരുന്ന ട്രാൻസ്ഫറും ഓവർ ഡ്യൂട്ടിയും കാരണം മക്കൾക്ക് വേണ്ട വിധത്തിൽ വിദ്യാഭ്യാസം പോലും കൊടുക്കാൻ കഴിയാത്തവരാണ് ഞങ്ങളിൽ അധികവും. അങ്ങയുടെ ഭാഗത്തു നിന്ന് ദയവായി ഞങ്ങൾക്ക് അനുകൂലമായ നടപടി ഉണ്ടാവണം. തീർച്ചയായും 24 മണിക്കൂറും ഡ്യൂട്ടി ചെയ്യേണ്ടി വരുന്ന നിങ്ങൾ മാറി മാറി വരുന്ന സർക്കാരുകളോട് ആവശ്യങ്ങൾ പലതും ഉന്നയിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അവയെല്ലാം ഒറ്റ ദിവസം കൊണ്ട് സാധിച്ചു തന്നേക്കാമെന്ന് ഞാൻ പറയില്ല. പക്ഷെ ഒന്നുണ്ട്, ഒരു രാഷ്ട്രീയക്കാരനോ സീനിയർ ഉദ്യോഗസ്ഥനോ വിചാരിച്ചാൽ പാറശാലയിൽ നിന്ന് നീലേശ്വരത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുന്ന വ്യവസ്ഥതയിൽ നിന്നുള്ള മോചനം, പിന്നെ കഴിയുന്നിടത്തോളം പേർക്ക് സ്വന്തം ജില്ലകളിൽ ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, നിങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിനും ഭാവിക്കും വേണ്ടി അതിനനുകൂലമായ നിയമനിർമ്മാണം ഈ സർക്കാർ നടത്തിത്തരുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യും. സാർ, ഞങ്ങളുടെ ശമ്പള വർധനവിന്റെ കാര്യം കൂടെ ഒന്ന് പരിഗണിക്കണം. ആലപ്പുഴ നോർത്ത് സബ് ഇൻസ്പെക്ടർ മുജിബുർ റഹ്മാൻ അല്ലേ? അതെ സാർ. കഴിഞ്ഞ ദിവസം 2 കോൺസ്റ്റബിൾമാർ കൈക്കൂലി പങ്കിടുന്നതിൽ തർക്കിച്ച് തമ്മിൽ തല്ലിയ സ്റ്റേഷന്റെ മേലധികാരി. കുട്ടനാടിന്റെ ഒരു ജോഗ്രഫി വെച്ച് പറഞ്ഞാൽ അമ്മ തോട് ചാടിയാൽ മോൾ 6 ചാടുമെന്ന്. പാവപ്പെട്ട ആരെങ്കിലും കയ്യിൽ കിട്ടിയാൽ പോലീസ് ജീപ്പിന് പെട്രോൾ അടുപ്പിക്കുകയും പമ്പുകാരനുമായുള്ള അഡ്ജസ്റ്റ്മെന്റിൽ ആ പണം സ്വന്തം കീശയിലേക്ക് ആക്കുകയും ചെയ്യുന്നതാണ് നിങ്ങളുടെ പ്രധാന പെട്രോളിംഗ് ഡ്യൂട്ടി. എല്ലാത്തിന്റെയും ഫുൾ ഡീറ്റെയിൽസ് നാളെ എന്റെ മേശപ്പുറത്ത് വരും. അത് കഴിഞ്ഞ് തീരുമാനിക്കാം ശമ്പളം കൂട്ടണോ അതോ വീട്ടിലിരിക്കണോ. ഇരിക്കണം. പോലീസ് എന്ന വാക്കിന്റെ ആദ്യത്തെ ആൽഫബറ്റ് P. പൊളൈറ്റ്നെസ്, മര്യാദ. അതാണ് ജനങ്ങളോട് നിങ്ങൾ ആദ്യം കാണിക്കേണ്ടത്. എല്ലാവരും മോശക്കാരാണെന്ന് വിലയിരുത്തരുത് സാർ. അങ്ങനെ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് എനിക്കില്ല. പക്ഷേ പോലീസുകാർ തന്നെ ജനങ്ങളുടെ കഴുത്തറുത്ത് കായലിൽ തള്ളുന്ന കാലമാണ്. ലോക്കപ്പ് മരണത്തിന് സാക്ഷി പറഞ്ഞവനെ വകവരുത്താൻ 4-ാം കിട ഗൂണ്ടകളെ പോലെ സബ് ജയിലിന് പുറത്ത് കാത്തു നിൽക്കുന്ന പോലീസുകാരുടെ നാടാ ദൈവത്തിന്റെ സ്വന്തം നാട്. 100% സാക്ഷരതയുണ്ടെങ്കിലും 10% പോലും വകതിരിവില്ലെങ്കിൽ പ്രബുദ്ധ കേരളം എന്ന് അഭിമാനിക്കുന്നതിൽ എന്ത് പ്രയോജനം? ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുകയല്ല, ഒരു സാധാരണ പൗരനായി അഭ്യർത്ഥിക്കുകയാണ്. കർമ്മനിരതരായ നിയമപാലകരായി നിങ്ങൾ ഈ ഭരണത്തിന്റെ കൂടെ നിന്നാൽ ഈ മലയാള മണ്ണിനെ നമുക്ക് ദൈവത്തിന്റെ സ്വന്തം നാടാക്കി മാറ്റാം. എനിക്കെന്തെങ്കിലും പറയാനുണ്ടെന്ന് തോന്നുമ്പോ ഞാൻ നിങ്ങളെ അങ്ങോട്ട് വിളിച്ച് സംസാരിച്ചു. സോറി, നിങ്ങൾ മാധ്യമക്കാരെ ഹരം പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു മാറ്ററും തൽക്കാലം എന്റെ കയ്യിലില്ല. പ്ലീസ് സാർ, ഒറ്റ ചോദ്യം. ഏത് തരത്തിലുള്ള ഭരണ സംവിധാനം നടപ്പിലാക്കാനാണ് സാർ ഉദ്ദേശിക്കുന്നത്? സത്യാഗ്രഹ പന്തലുകളിൽ പോയി വിധവകളോടും വികലാംഗരോടും വൃഥ വാഗ്ദാനങ്ങൾ നൽകി വാങ്ങിവെക്കുന്ന നിവേദനങ്ങൾ, പാർട്ടിയിലെ തലതൊട്ടപ്പന്മാരുടെ ഡൈനിങ് ടേബിളിൽ വീഴുന്ന മട്ടൺ സൂപ്പ് തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന പതിവ് ഭരണരീതി ആയിരിക്കില്ല ഏതായാലും എന്റെ. സാർ ഉദ്ദേശിക്കുന്നത് വേണ്ട, തൽക്കാലം ഇത്രയും മതി. സർ, നിങ്ങളെപ്പോലുള്ള ഭരണാധികാരികളെ ജനകീയരാക്കുന്നത് ഞങ്ങൾ പത്രക്കാരാ. ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാതിരിക്കുന്നത് ജനാധിപത്യത്തിനും പത്രധർമ്മത്തിനും എതിരാണ്. അതുകൊണ്ട് CM ദയവായി ഞങ്ങളോട് സഹകരിക്കണം. ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന സുന്ദരിയായ ഒരു സ്പോർട്സ് താരം ഇവിടെ കാലുകുത്തിയപ്പോ തന്നെ വിവാഹപൂർവ്വ ലൈംഗിക ബന്ധത്തെക്കുറിച്ച് അവരോട് അഭിപ്രായം ആരാഞ്ഞ് സെൻസേഷൻ ഉണ്ടാക്കാനും കളിക്കുന്ന പോയിന്റിനേക്കാൾ കൂടുതൽ അരപ്പാവാട പൊങ്ങുമ്പോൾ മാത്രം ഫോക്കസ് ചെയ്ത് ഫോട്ടോസ് എടുത്ത് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ തിരക്ക് കൂട്ടുന്നതല്ല പത്രപ്രവർത്തനം. ഈ സെക്രട്ടേറിയറ്റ് പരിസരത്ത് ഒരു ശില്പമുണ്ട്. പത്രപ്രവർത്തനം എന്താണെന്ന് ജീവിതം കൊണ്ട് കാണിച്ചു തന്നിട്ടുള്ള സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ശില്പം. ജീവചരിത്രം വായിച്ചു പഠിക്കാൻ നേരമില്ലെങ്കിൽ പുതിയ തലമുറ എന്ന നിലയ്ക്ക് അതിലെ പൊടിയെങ്കിലും തുടച്ചു കളഞ്ഞ് അവിടുന്ന് പഠിച്ചു തുടങ്ങ് പത്രധർമ്മം എന്താണെന്ന്. ഓക്കെ? വിജിലൻസ് വീണ്ടും അന്വേഷണം തുടങ്ങിയല്ലേ? എന്തന്വേഷണം? ഇതൊക്കെ തെളിയിക്കണമെങ്കിലേ പുല്ലുപോലെ തെളിയിക്കാം. പക്ഷേ തെളിയില്ല.
KSCB എന്ന കായംകുളം കൊച്ചുണ്ണിയെ വിജിലൻസ് കുടിക്കിയാൽ വിജിലൻസ് എന്ന വെള്ളായിന് പരമൂനെ CBI കൊടുക്കും. ഇത് ആരാ വരുന്നത്? നമ്മുടെ പുതിയ മുഖ്യനല്ലേ? വരണം വരണം. തൊമ്മിച്ച, താൻ വരുന്നവരെ നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ മാധ്യമക്കാരെയൊക്കെ വിളിച്ചു വരുത്തി നല്ലൊരു സ്വീകരണം അറേഞ്ച് ചെയ്യാമായിരുന്നു. താൻ ഇരിക്കെ. സോറി, ഐ എം ഓൺ ഡ്യൂട്ടി. എന്തോന്ന് ഡ്യൂട്ടി? ഞാനിപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന ഡ്യൂട്ടിയിലാണ്. എന്റെ ഈ സഹപ്രവർത്തകർക്ക് ഒരേ സംശയം, എന്റെ ഒഫീഷ്യൽ ഡ്യൂട്ടി തുടങ്ങേണ്ടത് എവിടെ നിന്നാണ്? സ്റ്റേറ്റിന്റെ ദി ഓണറബിൾ ചീഫ് മിനിസ്റ്റർക്ക് സംശയം പാടില്ലല്ലോ. ഷുവർ. താങ്ക് യു. പിള്ളച്ചേട്ടാ. സർ, ചീഫ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KSCB, പ്രായം 52. സർക്കാരിൽ നിന്നും മാസശമ്പളമായി കൈപ്പറ്റുന്നത് പിടുത്തങ്ങൾ കഴിച്ച് 37,300 രൂപ. TADA, ടെലിഫോൺ ബിൽ, മറ്റ് അലവൻസുകൾ ഉൾപ്പെടെ ഇദ്ദേഹത്തിന് വേണ്ടി സർക്കാരിൽ നിന്ന് പ്രതിവർഷം ചെലവഴിക്കുന്നത് 7,60,800 രൂപ. ഇപ്പറഞ്ഞ കണക്കുകളൊക്കെ ശരിയല്ലേ? നമ്പർ 2, M. അരവിന്ദാക്ഷൻ, 54 വയസ്സ്. കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് സദേൺ റേഞ്ച്, മാസശമ്പളം 38,500. IFS കഴിഞ്ഞ് കൊള്ളക്കിറങ്ങുന്ന ഇയാളെ പോലെയുള്ള ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർമാരെയും കൂട്ടുപിടിച്ച് ചാപ്പ ഒന്നിന് 1000 രൂപ വെച്ച് 100 കണക്കിന് പാസുകൾ വിറ്റഴിച്ച് ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നതും പോരാഞ്ഞിട്ട് ലോകബാങ്ക് സ്പോൺസർ ചെയ്യുന്ന പതിവ് പരിസ്ഥിതി സമ്മേളനത്തിന്റെ പേരും പറഞ്ഞ് അമേരിക്കയിലും ന്യൂസിലൻഡിലും ഒക്കെ പഠിക്കുന്ന മക്കളെ കാണാൻ പോകുന്ന തന്നെയൊക്കെ ഓഫീസ് രജിസ്റ്റർ പ്രകാരം ഡ്യൂട്ടിയിലുള്ള ഈ നേരത്തൊന്ന് കാണണേൽ മുന്തിയ മദ്യത്തിന്റെ ലഹരിയിൽ ഷഫിൾ ചെയ്യപ്പെടുന്ന വിദേശ കാർഡുകൾക്കിടയിൽ ദാ ഇങ്ങനെ വന്ന് ഓച്ഛാനിച്ച് നിൽക്കേണ്ടി വരും. അത് ജനമായാലും ജനനായകനായാലും. തലപ്പത്തിരിക്കുന്ന നിങ്ങൾക്കൊക്കെ ഇതാവാമെങ്കിൽ കീഴ് ജീവനക്കാരായ ഓടോളികൾക്കും അവന്റെയും കീഴാളന്മാരായ റാൻമൂളികൾക്കും ഈ നാട്ടിൽ എന്നാ വേണേലും ആവാലോ. ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്ത വർഗമല്ലായോ? നിങ്ങളുടെയൊക്കെ സേവനം ഈ നാടിന് ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുമ്പോ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഞാൻ അങ്ങോട്ട് തിരിച്ചെന്തെങ്കിലും തരണ്ടായോ? ഒരു റിവാർഡായിട്ട്? പണിയെടുക്കാൻ താല്പര്യമില്ലാത്ത സംസ്ഥാന സർക്കാരിലെ ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തിന് നരച്ച് കൊരച്ച് തീരും വരെ ഇവിടെ ഇരുന്ന് കളിച്ച് രസിക്കാനുള്ള അനുവാദം ഞാൻ കൊടുക്കുക. പിള്ളച്ചേട്ടാ സാർ, 24 മണിക്കൂറിനകം ഇവനൊക്കെ കൈപ്പറ്റിയിരിക്കണം മുഖ്യമന്ത്രിയുടെ സസ്പെൻഷനോട്. ഇവന്മാരെ പോലെയുള്ള തിരിഞ്ഞു കടിക്കുന്ന വർഗത്തെ നികുതി പണം കൊണ്ട് തീറ്റിപ്പോറ്റിയാൽ മാത്രം പോരാ, വരച്ച വരെ നിർത്തി അനുസരിപ്പിക്കണം. അനുസരിച്ചില്ലേല് പടിയടച്ച് പിണ്ണം വെക്കണം ഇവന്റെയൊക്കെ അധികാരത്തിൽ നിന്ന്. ഇനി ഇതിന്റെ പേരിൽ സത്യാഗ്രഹം നടത്താനോ ധർണ ഇരിക്കാനോ സെക്രട്ടേറിയറ്റ് നടയുടെ പരിസരത്തെങ്ങാനും കണ്ടുപോയാൽ ഡയസ് നോൺ പ്രഖ്യാപിക്കാനോ ഹാജർ നില പരിശോധിക്കാനോ ഒന്നും തൊമ്മി നിൽക്കുകയല്ല. മൊത്തത്തിൽ അങ്ങ് പിരിച്ചുവിട്ടേച്ച് പകരം പുതിയ ആമ്പിളരെ വെക്കും. ഇത് മുഖ്യമന്ത്രി തൊമ്മിയുടെ വാക്കാ, മനസ്സിലുറപ്പിച്ചു. ഒരു വ്യക്തി മാത്രമല്ല, ഒരു മഹത് പ്രസ്ഥാനമാണ്. കൂടെ നിന്ന് ഉപ്പും ചോർന്ന മാന്യന്മാരെല്ലാം കാര്യം കഴിഞ്ഞപ്പം മേലാണ്ടിയെ കരുവത്തേട്ട് പോയി വലിച്ചു. ഘടകകക്ഷി MLA-മാർ ഭരണത്തിൽ നിന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചതിന്റെ ബഹളമാ സാർ. ഈ റോഡിൽ പ്രകടനങ്ങളും സമരങ്ങളും നിരോധിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവുള്ളതല്ലേ? അതെ സാർ, കോടതി ഉത്തരവ് വന്ന അന്ന് തന്നെ അതിനെതിരെ ഇതേ റോഡിൽ പ്രകടനം നടത്തിയവരേവർ. ഐ വിൽ ജസ്റ്റ് ക്ലിയർ സാർ. നോ. മുഖ്യമന്ത്രി തൊമ്മിയെ ആ കസേര
ഞാൻ മാളിയേക്കൽ തോമസ് ജോസഫ്, തൊമ്മി എന്ന് വിളിക്കും. ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാ. മാഡത്തിന്റെ ഭാഷയെ പറഞ്ഞ ഭൂലോക തെമ്മാട്ട്. നിങ്ങളുടെ ഈ വാഹനങ്ങളും അണികളെയും ഒന്ന് മാറ്റി തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്കങ്ങ് പോകായിരുന്നു. ഒപ്പം ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങിക്കിടക്കുന്ന ഈ പാവങ്ങൾ. അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ. ഭരണത്തിൽ കയറിയ ഉടനെ ഘടകകക്ഷികളുടെയും കൂട്ടുകക്ഷികളുടെയും തലയിൽ കയറിയിരുന്നങ്ങ് നിരങ്ങാമെന്നാണ് ഭാവമെങ്കിൽ ഇനി ഞങ്ങളുടെ പിന്തുണ ഇല്ലാതെ ഇയാൾ വലത്തി മറിക്കുന്നത് ഞങ്ങൾക്കൊന്ന് കാണണം. നീയൊക്കെ പാലം വലിച്ചേച്ച് പോയാൽ ഈ സർക്കാരിന് അബോഷനായി പോകുമെന്ന് വിചാരിച്ചോടാം. എന്റെ തെമ്മാടിത്തരത്തിന്റെ അളവ് പോലെ ഈ നടു റോഡിൽ വെച്ച് കാണണ്ടെന്നുണ്ടെങ്കിൽ ബിരിയാണിപ്പൊതിയും പാക്കറ്റ് ചാരായും കൊടുത്ത അണികളെന്നും പറഞ്ഞ ആർക്കും കൂടെ കൊണ്ടു കിടക്കാവുന്ന ഈ പച്ചങ്ങളെയും കൂട്ടി ഇപ്പൊ സ്ഥലം വിട്ടോണം. പേടിപ്പിക്കല്ലേ CMA. കേരള രാഷ്ട്രീയത്തിൽ ഇന്നലെ കയറി വന്ന താൻ ഈ ജനങ്ങളെ ഭരിച്ചാൽ മതി. ഈ നാട് ഭരിച്ചിട്ടുള്ള ഞങ്ങളെ കയറി ഭരിപ്പിക്കല്ലേ. എന്നാ ഗോമതി പിള്ളേ നിങ്ങളൊക്കെ ഈ നാട് ഭരിച്ചിട്ടുള്ളത്? നെയ്ക്കുംപ്ലങ്ങ പോലത്തെ ഈ ശരീരവും പൊക്കിയെടുത്ത് ടൂറിസം ചെലവിൽ വിദേശത്ത് പോയി സായിപ്പ് നീട്ടിയ കളറുകളിലും മോന്തിയ അവിടുത്തെ അമ്യൂസ്മെന്റ് പാർക്കിൽ കൊച്ചുനിക്കർ വിട്ട് വാട്ടർ ഡാൻസ് ചെയ്തല്ലാതെ എന്നാ നിങ്ങളൊക്കെ ഇവിടുത്തെ ജനങ്ങളെ സേവിച്ചിട്ടുള്ളത്? ഇയാൾ ഒരുമാതിരി സംസ്കാരമില്ല സംസാരിക്കരുത്. അതേടാ, സംസ്കാരത്തിന്റെ മിനിമം സ്റ്റാൻഡേർഡ് പോലും ഇല്ലാത്ത നിന്നോടൊക്കെ സബ് സ്റ്റാൻഡേർഡ് ആയിട്ട് തൊമ്മിക്ക് സംസാരിക്കാൻ ഒക്കൂ. മുഖ്യമന്ത്രിയായി പോയത് കൊണ്ട് ഒരു തവണ കൂടി മര്യാദയ്ക്ക് പറയാണ്, ഈ റോഡിൽ ഇങ്ങനെ വഴിതടയൽ സമരവും കുത്തിയിരിപ്പ് സത്യാഗ്രഹവും നടത്താൻ പാടില്ല എന്നുള്ളത് ഹൈക്കോടതി ഉത്തരവാണ്. കോടതി വിധിയൊക്കെ ഒരുപാട് ഞങ്ങളും കണ്ടിട്ടുള്ളതാ. അതൊന്നും അധികാരവും പണവുമുള്ള വർഗത്തിന്റെ രോമത്തിൽ പോലും തൊടില്ല, തൊട്ട ചരിത്രവുമില്ല. അതേടാ, നിന്റെ ഒന്നും രോമത്തെ പോലും തൊടുകയില്ല ഇവിടുത്തെ നിയമങ്ങളും നിയമസംഹിതകളും. ബട്ട് ഐ വിൽ ഡു എനിത്തിങ് ആൻഡ് എവരിതിങ്. അതിങ്ങനെ നടു റോഡിൽ വെച്ചായാലും നീയൊക്കെ രാവും പകലും ചിറ്റം കൂടാൻ കയറിയിറങ്ങുന്ന എവരുടെയൊക്കെ അന്തപുരത്തിൽ വെച്ചായാലും ശരി, തൊമ്മി തൊടും, തൊട്ട് പൊള്ളിക്കും. മിസ്റ്റർ രാജശേഖരൻ, കോടതി വിധി ലംഘിച്ചതും മാർഗതടസ്സം ഉണ്ടാക്കി മുഖ്യമന്ത്രിക്കും പൊതുജനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയതും അടക്കം എന്നെല്ലാം കേസ് അവന്റെ പെടലിക്ക് കെട്ടിവെച്ചു കൊടുക്കാനുണ്ടോ അതെല്ലാം ചാർജ് ചെയ്തിട്ട് അവനെ കോടതിയിൽ ഹാജരാക്കാവൂ. Now take him and clear the road.